ഇന്ന് നല്ലൊരു നാടൻ മീൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് ചെറിയ കൊഴിയാള മീനാണ്. എല്ലായിടത്തും ഈ മീനിന് കൊഴിയാള എന്ന് തന്നെയാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ടൊക്കെ മീൻ കിട്ടുമ്പോൾ നിന്ന് കട്ട് ചെയ്യുന്നതിനേക്കാളും ഇരുന്ന് സ്വസ്ഥമായിട്ട് കട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഈ ഒരു കത്തി കണ്ടോ, തേഞ്ഞ് തീരാറായ കത്തിയാണ്. എങ്കിലും ഈ കത്തി കൊണ്ട് മീൻ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ പലകയിലൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭംഗിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേയൊക്കെ മാംസം വേസ്റ്റായിട്ട് പോകും. ഇപ്പോൾ പിന്നെ മീൻ വാങ്ങുന്നിടത്ത് തന്നെ കട്ട് ചെയ്തും കൊടുക്കും. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമല്ലേ. പക്ഷേ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാണ് കട്ട് ചെയ്യുന്നത്. ഒരിക്കലും കടക്കാരെ കൊണ്ട് മീൻ കട്ട് ചെയ്ത് വാങ്ങാറേ ഇല്ല. വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ മീൻ കട്ട് ചെയ്തെടുക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും ഒരല്പം വിനീഗറും കൂടി ഒഴിച്ച് കഴുകിയാൽ നല്ലതാണ്. വിനീഗർ ഇല്ലെങ്കിൽ ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കഴുകാം. ചാളവർഗത്തിൽപ്പെട്ട മീനിൽ ധാരാളം ഈ ഉലുമ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പുറത്തുള്ള ഒരു ഓയിലി ആയിട്ടുള്ളൊരു ഭാഗം, അത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയാലേ അത് പോവുകയുള്ളൂ. ഉപ്പിട്ട് 1-2 പ്രാവശ്യം കഴുകിയ ശേഷം കൂടുതൽ വെള്ളത്തിൽ കൂടുതൽ പ്രാവശ്യം കഴുകിയെടുക്കണം. കഴുകിയെടുത്ത മീൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണമല്ലോ. അതിനായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരല്പം ഉലുവാപ്പൊടി കൂടിയിട്ട് വറുത്തെടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണെങ്കിലും ഇതിൻ്റെ കൂടെ ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ വേണം. 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 കിലോ മീനുണ്ട്. ഈ തേങ്ങ ഈ ചൂടായിരിക്കുന്ന മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ചെറിയ ഉള്ളി. 2-3 ആണെങ്കിലും ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് മീനിന്. ഇല്ലെങ്കിൽ സവാള ചേർക്കാം. ഇനി മീനിന് ആവശ്യമായിട്ടുള്ള പുളി ചേർക്കാം. ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുടംപുളിയാണെങ്കിൽ 3-4 പീസ് ചേർക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ചേർക്കാം. മീൻ തന്നെ പല വിധത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ മീനിൻ്റെ റെസിപ്പീസ് ഉണ്ട്, പല രീതിയിൽ തയ്യാറാക്കിയത്. സാധാരണ മുരിങ്ങയ്ക്കയോ മാങ്ങയോ ഒക്കെ ഇട്ട് മീൻ വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ മുരിങ്ങയ്ക്കയോ മാങ്ങയോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ എൻ്റെ കയ്യിലുണ്ട് ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക്. നല്ല എരിവുള്ള മുളകാണിത്. അതുപോലെ നല്ലൊരു ഫ്ലേവറുമാണ്. എരിവ് കൂടുതലുള്ളത് കൊണ്ട് ഞാനിത് എന്തായാലും കട്ട് ചെയ്യുന്നില്ല. മീൻ തിളച്ച ശേഷം ഫ്ലെയിം ലോ ആക്കി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ആവശ്യത്തിന് വറ്റി കഴിയുമ്പോൾ ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറാണ് ഈ മീൻ കറിക്ക്. കപ്പയോടും ചക്കയോടും ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ചക്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചക്കയ്ക്കും ഈ പച്ചമുളക് തന്നെയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചക്കയ്ക്കും ഒരു പ്രത്യേക ഫ്ലേവറുണ്ട്. കുറച്ച് ചോറും ഈ ചക്കയും മീനും മാത്രം മതി വയറ് നിറയെ കഴിക്കാൻ സാധിക്കും. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏത് സമയമാണെങ്കിലും ചക്കയും മീനും സൂപ്പറാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.